LDF അതാത് പാർട്ടികൾ ഇപ്പോൾ മത്സരിച്ച എല്ലാ പാർട്ടികളും അവരുടെ ജില്ലാതലത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടുന്നു. അതിനുശേഷം സംസ്ഥാന തലത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടുന്നു. LDF സംസ്ഥാന കമ്മിറ്റി കൂടുന്നു. അതുപോലെ തന്നെ അതിനുശേഷം തീർച്ചയായും ജില്ലാ കമ്മിറ്റിയും ഇവിടെ വന്നിരിക്കുന്നു. പ്രാദേശികമായ കാര്യങ്ങൾ, അപ്പോൾ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ LDFന് എതിരായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും പരിശോധിക്കണം. അതുപോലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ പോലും ഈ കാര്യങ്ങളിലൊന്നും ജനങ്ങൾ പൂർണ്ണമായും തൃപ്തരല്ല. ഇനിയും വളരെയേറെ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്തണം, അതിനകത്ത് വന്നിരിക്കുന്ന പോരായ്മകൾ തിരുത്തണം, ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കണം. അതൊക്കെയാണ് ഒരു മുന്നണിക്കും പാർട്ടിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഈ CPIക്ക് ഒരു എതിരഭിപ്രായം ഇപ്പോഴും കേരള കോൺഗ്രസ് എത്തിയതിന് ഉണ്ട് എന്നുള്ളതല്ലേ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത്? അതല്ല, അത് ഓരോ കക്ഷികളും സത്യത്തിൽ അവരെക്കുറിച്ച് തന്നെ അവരവരാദ്യം വിലയിരുത്തേണ്ടതാണ്. ഓരോ കക്ഷികൾക്കും തോട്ടം മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ പാർട്ടികൾക്ക് അവരുടെ സ്വാധീനത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടോ, അതുപോലെ അവർക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ, സംഘടനാപരമായി അവർക്ക് വളരെ ഫലപ്രദമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഓരോ കക്ഷികളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ ഇപ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ഇത് കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ലല്ലോ. കേരള കോൺഗ്രസിൻ്റെ മേൽ ഒരു പഴിചാരൽ നടത്തുന്നത് അത് അവരങ്ങനെ നടത്തിയോ എന്നെനിക്കറിയില്ല. പക്ഷേ മാധ്യമങ്ങളിലും മീഡിയയിലുമൊക്കെ അങ്ങനെ കാണാനിടയായി. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ മേൽ അങ്ങനെ ഒരു പഴിചാരൽ നടത്തുന്നതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് തോന്നില്ല. കാരണം കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല LDFന് വോട്ടിൻ്റെ കുറവുണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത മേഖലകളിലും LDFൻ്റെ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് ഇടുക്കിയിൽ മാത്രമല്ല, അത് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ LDF സ്ഥാനാർത്ഥി തോക്കാനിടയായ സാഹചര്യം. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് LDFന് ജയിക്കാൻ ഇടയായത്. ആ ജയിച്ച സ്ഥലത്ത് പോലും LDFന് ജയിക്കേണ്ട മുഴുവൻ വോട്ടുകളും ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്ന കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ലഭിച്ച അത്രയും വോട്ടുകൾ നമുക്ക് ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം അന്ന് വളരെയേറെ പഞ്ചായത്തുകളിൽ വളരെയേറെ നിയോജക മണ്ഡലങ്ങളിൽ LDF മുമ്പിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒട്ടനവധിയായ നിയോജക മണ്ഡലങ്ങളിൽ LDF പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അത് കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല, പൊതുവായി LDFന് എതിരായിട്ട് വന്ന ഒരു വോട്ടിംഗാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ നമ്മൾ അതേസമയം കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖലകളിൽ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ ഒരു കുറവ് വന്നാൽ അത് നമുക്ക് കേരള കോൺഗ്രസിൻ്റെ ഒരു പോരായ്മയായി വിലയിരുത്താൻ കഴിയും. അങ്ങനെ സംഭവിച്ചിട്ടില്ല. വോട്ടിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കേരളത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും LDFന് ലഭിക്കേണ്ട വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു കുറ്റപ്പെടുത്തൽ LDFൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ഉന്നയിക്കും. അല്ല, തീർച്ചയായും കേരള കോൺഗ്രസ് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുകയും മുന്നണിയുടെ ഭാഗമായി നിലകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ 38 വർഷക്കാലം UDFൻ്റെ ഭാഗമായിരുന്നു. UDFൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയതാണ്. UDFൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് വരുവാനുള്ള അവസരമുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് വന്ന ആ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നിച്ചു നിന്ന് കേരള കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കുന്നു. എമ്മിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു ഭാഗം UDFൽ നിൽക്കുകയാണ്. എങ്കിൽ പോലും ഇടുക്കി പോലെയുള്ള ഒരു ഇടുക്കിയിൽ ശ്രീ PJ ജോസഫിൻ്റെയും കൂടി ജില്ലയാണ് ഇടുക്കി. PJ ജോസഫിൻ്റെയും കൂടി ജില്ലയായിട്ട് പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒപ്പം നിർത്തി കേരള കോൺഗ്രസ് എം എടുത്ത രാഷ്ട്രീയ തീരുമാനത്തോടും രാഷ്ട്രീയ നിലപാടുകളോടും ഒപ്പം അവരെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും പ്രാപ്തരാക്കിക്കൊണ്ട് മുഴുവൻ പേരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിന് അനുകൂലമായി നിലനിർത്തി മുമ്പോട്ട് പോകാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കരുതുന്നത്. അതിനകത്ത് ഒരാൾ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതാക്കന്മാർ പോലും പാർട്ടിയുടെ പുറത്തു പോയിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കേരള കോൺഗ്രസിൻ്റെ അനുഭാവികളും കേരള കോൺഗ്രസിൻ്റെ കുടുംബങ്ങളും അവരെയെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായി നിലനിർത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലനിർത്തി മുമ്പോട്ട് പോകുന്നതിനും അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവരെ കൊണ്ടൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കുന്നതിനും കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഒരു രീതിയിലുള്ള ചർച്ചകളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പ്രാധാന്യം
മറ്റുള്ളവർ തരുന്നതിനകത്ത് ആരെങ്കിലും വിഷമിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആർക്കെങ്കിലും അവകാശപ്പെട്ടതോ ആരുടെയെങ്കിലും കയ്യിലിരുന്ന ഒരു സംഗതിയും ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് തരികയോ അങ്ങനെ ആരും ത്യാഗം സഹിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് CPM ആണ് ആ കാര്യത്തിനകത്ത്. അവർ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ CPMൻ്റെ കയ്യിലിരുന്ന സീറ്റുകളാണ് ബഹുഭൂരിപക്ഷം ഞങ്ങൾക്ക് വിട്ടു തന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ ഞങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യവും ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങളെ അംഗീകരിക്കുന്നു. അത് ഞങ്ങളുടെ പ്രവർത്തന രീതിയുടെയും പ്രവർത്തന ശൈലിയുടെയും ഒരു ഭാഗവും കൂടിയായി കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ അതിനെ കരുതുന്നത്. ഞങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയോ മുന്നണിക്കകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മുന്നണിയിലും മുന്നണി നേതൃത്വവുമായി സംസാരിക്കും എന്നുള്ളതല്ലാതെ മറ്റ് പുറത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒരു സ്വരച്ചേർച്ച കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നിരിക്കും. ഇല്ല, അങ്ങനെ നാളിതുവരെയും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വരച്ചേർച്ച ഇല്ലായ്മയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൂട്ടായി ആലോചിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളിലും കൂട്ടായി നീങ്ങാറുണ്ട്. അതിവിടുത്തെ പൊതുവായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഭൂപതിവ് ഭേദഗതി ബില്ലൊക്കെ നിയമമാക്കുന്ന കാര്യത്തിനകത്ത് ജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു വിഷയമായിരുന്നു. ആ കാര്യത്തിനകത്തൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് അതിനകത്ത് CPM, CPI, കേരള കോൺഗ്രസ്, മറ്റ് ഘടകകക്ഷികൾ എല്ലാവരും ഒന്നിച്ചാണ് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നത്. അതുപോലെ തന്നെ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഉണ്ടാകേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും പരിഹാരം കാണുന്നതിനും ഒക്കെ വേണ്ടി മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിനിടയിൽ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞങ്ങളതിനെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അവിടെ അർഹിക്കുന്ന അംഗീകാരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ മുന്നണിയുടെ ഭാഗമായി ഒറ്റക്കെട്ടായി മുന്നണിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സമീപനവും നിലപാടുമാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തൽ നടത്തി. ഇനിയും അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം LDF മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പോരായ്മകൾ എവിടെയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, LDFന് കിട്ടേണ്ട വോട്ടുകളിൽ കുറവുകൾ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കക്ഷികൾ അവരുടെ പാർട്ടികളുടെ ചർച്ചകൾക്ക് ശേഷം വിശദമായ ചർച്ചകൾ LDF നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.